ഹലോ ഗൈസ്, ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ലൊരു ക്ലാസ് പടം കണ്ടു. അതാണ് ക്യാപ്റ്റൻ മില്ലർ. പക്ക ഒരു വാർ മൂവി എങ്ങനെ ആയിരിക്കണം, അതാണ് ക്യാപ്റ്റൻ മില്ലർ. ഇതൊരു മാസ് ചിത്രമൊന്നുമല്ല, ഇതൊരു ക്ലാസ് ചിത്രമാണ്. സാധാരണ നമ്മൾ ഇന്ത്യൻ വാർ മൂവീസ് ഒക്കെ കാണുന്നത് ഒരുപാട് മാസ് എലമെന്റ് ഒക്കെ കൂടിച്ചേർന്നുകൊണ്ടാണ്. ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ ഈ മൂവി നമ്മൾ കണ്ടിറങ്ങുമ്പോഴത്തേക്കിനും നമ്മളൊരു നോൺ ഇന്ത്യൻ മൂവി കണ്ടിറങ്ങുന്ന പോലെ നമുക്ക് തോന്നും. ഈ ചിത്രത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, വലിയൊരു ക്യാൻവാസിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് അല്പം ശോകമാണെങ്കിലും അത് കഥ പറച്ചിലിന്റെ രീതി കൊണ്ടാണ് നമുക്ക് ശോകമായിട്ട് തോന്നുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അതിന് ആക്ഷൻ ഫ്ലിക്ക് ആയിട്ട് മാറുകയാണ്. ഈ സിനിമ ഒരു പ്രോപ്പർ ക്ലാസ് മൂവി തന്നെയാണ്. അരുൺ മാധേശ്വരൻ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ റോക്കി എന്ന് പറഞ്ഞ സിനിമയും അതുപോലെ സാനിക്കേതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സിനിമയൊക്കെ കണ്ട് അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു രീതിയിലേക്ക് ആ ലെവലിലേക്ക് എത്തുമെന്ന് കരുതിയിട്ടാണ് ഈ സിനിമയ്ക്ക് ഞാൻ പോയത്. അത് ഒട്ടും പാഴായിട്ടില്ല. ഈ സിനിമയിലെ എല്ലാവരും പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ടെന്ന് എടുത്തു പറയണം. പിന്നെ ധനുഷിന്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. വലിയ മാസ് ഡയലോഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പുള്ളി ക്ലാസ് ആയിട്ട് അടിപൊളിയായിട്ട് പുള്ളിക്ക് കിട്ടിയ റോള് പക്കയായിട്ട് പുള്ളി ഡെലിവറി ചെയ്ത് വന്നിട്ടുണ്ട്. ഈ സിനിമയിൽ ചെറിയ റോളുകൾ കിട്ടിയവർ പോലും അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാര്യം എടുത്ത് പറയേണ്ടത്, ആ ചെറിയ ബോംബ് കൊണ്ട് നടക്കുന്ന ആ സീനും ഒക്കെ ചെറിയ ചെറിയ സീനുകളെല്ലാം അതിഗംഭീരമായിട്ട് ഒരുക്കി വെക്കാനും സാധിച്ചിട്ടുണ്ട്. വിഷ്വൽ സൈഡും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട് ഈ സിനിമ. ഗൈസ്, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്ര നന്നായിട്ടില്ല. അത് വളരെ ശോകമായിട്ട് എനിക്ക് തോന്നിച്ചിട്ടുണ്ട്. ഇച്ചിരി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിച്ചു. ഇനിയും ഒരുപാട് സ്കോപ്പ് വെക്കുന്നുണ്ട് ഓരോ കഥാപാത്രങ്ങൾക്കും ഈ മൂവിയിൽ. ഇതൊരു പക്ക ക്ലാസ്, നമ്മൾ തിയേറ്ററിൽ പോയി കാണേണ്ടുന്നൊരു മൂവി തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊക്കെ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാറുണ്ട്.